വെൽക്കം ടു ലൈഫ് ബഡ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എന്തുകൊണ്ടൊക്കെയാണ് നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് റൺ ചെയ്യുമ്പോൾ നമുക്ക് റീച്ച് കിട്ടാത്തത്, എന്തുകൊണ്ടൊക്കെയാണ് നമ്മളുടെ ആഡ്സ് റിജക്റ്റ് ആവുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പം ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, എനിക്ക് മെസ്സേജസ് വരാറുണ്ട്, ഞാൻ 2 വർഷമായിട്ട് റൺ ചെയ്തുകൊണ്ടിരുന്ന ആഡാണ്, പക്ഷേ ചേച്ചി എനിക്കത് ഇപ്പം റൺ ആവുന്നില്ല, അത് ആഡ് സെറ്ററിൽ കാണിക്കാം, അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്തു, അക്കൗണ്ട് ഡിസേബിൾഡ് ആയി പോകും, ഞാൻ വേറെ അക്കൗണ്ട് എടുക്കട്ടെ. ഇല്ലെങ്കിൽ പറയുന്നു ഞാൻ ജസ്റ്റ് ഒരു പോസ്റ്റ് ഇട്ടു, ഒരു ദിവസം റണ്ണായി, പിന്നെ അത് ആഡ് സെറ്ററിൽ കാണിക്കുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ 100 രൂപ ഇട്ടു അല്ലെങ്കിൽ 300 രൂപ ഇട്ടു, പക്ഷെ ഒരു മെസ്സേജ് പോലും എനിക്ക് വരുന്നില്ല. എനിക്ക് തോന്നുന്നു റിപ്പോർട്ട്സ് എടുക്കുമ്പോഴും 0 റീച്ച് കിടക്കുകയാണ്, ആരിലേക്ക് റീച്ച് ആവുന്നില്ല, എന്താണ് പ്രശ്നം? അപ്പോൾ ഇതിന് നമുക്ക് 3 റീസൺസ് ആണുള്ളത്. ഒന്ന്, നമ്മളുടെ അക്കൗണ്ട്, ഫേസ്ബുക്ക് അക്കൗണ്ടിൻ്റെ ഇനാക്ടിവിറ്റി. രണ്ടാമത്തെ കാര്യം നമ്മുടെ പേജിൻ്റെ ഇനാക്ടിവിറ്റി. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അൺവാണ്ടഡ് കണ്ടൻസ് അല്ലെങ്കിൽ അഡ്വർടൈസിങ് പോളിസീസ് എതിരായിട്ട്. ഫേസ്ബുക്കിന് മെറ്റയ്ക്ക് കുറച്ച് അഡ്വർടൈസിങ് പോളിസീസ്, ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും കുറച്ച് അഡ്വർടൈസിങ് പോളിസീസ് ഉണ്ട്. ആ അഡ്വർടൈസിങ് പോളിസീസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ അക്കൗണ്ട് നല്ലതായിട്ട് ഡിസേബിൾഡ് ആവാതെ നല്ലൊരു അക്കൗണ്ടായിട്ട് മുമ്പോട്ട് നമുക്ക് ആഡ് ഇടാനും ഒക്കെ പറ്റി പോകത്തുള്ളൂ. അത് തന്നെയല്ല, നല്ല ആളുകളിലേക്ക് എന്ന് വെച്ചാൽ ക്വാളിറ്റിയുള്ള ലീഡ്സ്, നമുക്ക് വേണ്ട കസ്റ്റമേഴ്സിന്. ഇപ്പം എനിക്ക് വെഡ്ഡിങ് ഷോപ്പുണ്ട്, വെഡ്ഡിങ് കാർഡ് ഷോപ്പുണ്ടല്ലേ, അപ്പോൾ എനിക്ക് വെഡ്ഡിങ് കാർഡ്സ് ആവശ്യമുള്ള കസ്റ്റമേഴ്സ് എന്ന് വെച്ചാൽ അത് സെർച്ച് ചെയ്യുന്ന ആളുകളിലേക്ക് എനിക്ക് എത്തണമെങ്കിൽ അതിനനുസരിച്ച് ഓഡിയൻസ് സെറ്റ് ചെയ്യണം അല്ലേ. അല്ലാതെ ഇപ്പോൾ ഒരു 10 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള ഓഡിയൻസിലേക്ക് സെറ്റ് ചെയ്തിട്ടിട്ട് കാര്യമുണ്ട് ഇല്ലല്ലേ. അപ്പോൾ അതുപോലെ നമ്മൾ ഓഡിയൻസ് സെറ്റ് ചെയ്യുന്നതും വലിയൊരു ഇമ്പോർട്ടൻസ് ആണ്. അതുപോലെ ഇപ്പം എന്തേലും എനിക്കൊരു മലയാളത്തിൻ്റെ ഒരു മാറ്റർ, അത് ഞാൻ നോർത്ത് ഇന്ത്യൻ പോസ്റ്റ് കൊണ്ടിട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമോ? നോർത്ത് ഇന്ത്യയിലുള്ള മലയാളീസിന് ചിലപ്പോൾ മനസ്സിലാവും, പക്ഷെ നമ്മൾ നോർത്ത് ഇന്ത്യയിൽ നിന്ന് മാത്രം ഇട്ടിട്ട് ഒരു മലയാളം കണ്ടൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന അൺവാണ്ടഡ് മെസ്സേജസോ അല്ലെങ്കിൽ വെറുതെ ആവശ്യമില്ലാത്ത കമൻസും ഒക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് സെലക്ട് ചെയ്യേണ്ട കാര്യം ഓഡിയൻസ് സെലക്ട് ചെയ്യുന്നത് ശ്രദ്ധിക്കുക. അതുപോലെ അഡ്വർടൈസിങ് പോളിസീസ് എല്ലാം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അതുപോലെ തന്നെ നമ്മളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടും പേജും നമ്മൾ നല്ലതായിട്ട് കൊണ്ടുപോകുന്നുണ്ടെന്ന് നോക്കുക. നല്ലതായിട്ട് എങ്ങനെ കൊണ്ടുപോകാമെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ കുറേയൊക്കെ വീഡിയോസ് അതിന് ഇട്ടിട്ടുണ്ടായിരുന്നു. വീക്ക്ലി 2 പോസ്റ്റുകളെങ്കിലും നമ്മുടെ ഫേസ്ബുക്ക് പോസ്റ്റ്, അതുപോലെ ഫേസ്ബുക്ക് അക്കൗണ്ടിലും അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജസിലും നമ്മളിടുക. നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ്, നിങ്ങൾക്ക് ബിസിനസ് പേജ് കാണും. അപ്പോൾ ബിസിനസ്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പോസ്റ്റുകളും അതുപോലെ കസ്റ്റമേഴ്സിന് ആവശ്യമുള്ളത്. ഇപ്പോൾ ഒരു പോസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ മറ്റേ ആദ്യം നോക്കുന്നത് അതെങ്ങനെയൊക്കെ ആൾക്കാർക്ക് ഉപകാരപ്പെടും. ഇപ്പോൾ ആൾക്കാർക്ക് ഉപകാരപ്പെടാത്ത ഒരു പോസ്റ്റ് ഇട്ടിട്ട് ഇപ്പോൾ എന്നും നമ്മളിപ്പോൾ ഒരു ബേക്കറാണെങ്കിൽ നമ്മുടെ കേക്കിൻ്റെ ഫോട്ടോസ് മാത്രം എന്നും ഇട്ട് കഴിഞ്ഞാൽ ആർക്കാലും ഒരേ ഫോട്ടോ തന്നെ ഒരേ കണ്ടൻറ്റ് തന്നെ ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ബോറടിക്കും അല്ലേ. അപ്പോൾ അവരതിനകത്തൊരു ഇൻട്രാക്ഷൻ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് ആവശ്യമുള്ള അത് കണ്ടുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നമ്മളൊരു വീഡിയോ ഇട്ടൊരു പോസ്റ്റ് അവരത് വായിച്ച് നോക്കണം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എനിക്ക് ആവശ്യമുള്ളൊരു സാധനമായിരിക്കും ഞാൻ ഫേസ്ബുക്കിൽ കാണുന്നത് അല്ലേ, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടുന്നൊരു സാധനമായിരിക്കും. അതും അല്ലെങ്കിൽ ഞാൻ നോക്കിക്കൊണ്ടിരുന്നൊരു കാര്യമാണെങ്കിൽ, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ നോക്കുക. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സ്ക്രോൾ ചെയ്തു അതിനൊരു റീച്ചും കിട്ടത്തില്ല, അതിനൊരു എൻക്വയറീസും വരത്തില്ല. അപ്പോൾ ആൾക്കാർക്ക് എന്താണോ അവർക്ക് ആവശ്യം, നമ്മളെപ്പോഴും കസ്റ്റമേഴ്സിൻ്റെ മൈൻഡിൽ നിന്ന് വേണം നമ്മൾ ചിന്തിക്കുക. കസ്റ്റമേഴ്സിന് എന്താണോ ആവശ്യം അതിനനുസരിച്ചുള്ള പോസ്റ്റുകൾ ചെയ്യുക, പോൾസുകൾ ചെയ്യുക, എൻഗേജ്മെൻറ്റ് കണ്ടൻസ് ചെയ്യുക. ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ പേജ് ഒന്ന് എൻഗേജ്ഡ് ആവുകയും പേജിലേക്ക് അട്രാക്ഷൻസ് വരികയും റീച്ച് വരികയൊക്കെ ചെയ്യും. അതുപോലെ നമ്മുടെ അക്കൗണ്ട്, ഞാൻ മുമ്പേ പറഞ്ഞു എനിക്ക് മെസ്സേജസ് വരാറുണ്ട്, ഡിസേബിൾഡ് ആയി പോയി എന്നൊക്കെ പറഞ്ഞല്ലേ. അപ്പോൾ അത് നമ്മൾ തന്നെയാണ് പോസ്റ്റ് ഇടുന്നത്, നമ്മളൊരു ഓൺട്രപ്രണർ ആണ് എന്നൊക്കെ കാണിക്കാൻ, അല്ലെങ്കിൽ നമ്മളൊരു ജെന്യുവൻ ഒരു പേഴ്സൺ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഫേസ്ബുക്ക് അതിൻ്റെ വെരിഫിക്കേഷനൊക്കെ ചോദിക്കും. നമ്മൾ ID പ്രൂഫൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കും. നമ്മൾ എന്ത് ചെയ്യുക? ഫസ്റ്റിലേ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഫേസ്ബുക്കിൽ പ്രൊഫഷണൽ ഡാഷ്ബോർഡ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഫസ്റ്റിലേ നമ്മൾ ആ കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഈ ഡിസേബിൾഡ് ആവുന്ന കാര്യങ്ങളെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് ഒരു പരിധി വരെ അതൊക്കെ നമുക്ക് ലിമിറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം നമ്മൾ 2 വർഷമായിട്ട് ഇടുന്ന പോസ്റ്റുകൾ ഇത് ഡിസേബിൾഡ് ആവുമോ, ആ അക്കൗണ്ട് പോവുമോ? ചിലപ്പോൾ നമ്മൾ എത്ര കഷ്ടപ്പെട്ടായിരിക്കും ഒരു പേജ് എടുത്തുകൊണ്ട് വരുന്നത്. നമ്മൾ പോസ്റ്റുകൾ ചെയ്തു, നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്ത് എത്ര ടൈം എടുത്തായിരിക്കും ഒരു പേജ് നമ്മൾ ഇത്ര ലൈക്സും ഇത്ര റീച്ചും ഉണ്ടാക്കി വെച്ചേക്കുന്നല്ലേ. ഇത്ര കെയോ അല്ലെങ്കിൽ ട്രില്യനൊക്കെ വ്യൂസ് റീച്ചൊക്കെ നമുക്ക് കാണും. പക്ഷെ നമ്മൾ രാവിലെ ഒരു സമയം നോക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു ടൈം നമ്മുടെ ഫേസ്ബുക്ക് എടുത്ത് നോക്കുമ്പോൾ അത് ബ്ലോക്കായി ഡിസേബിൾഡായി കിടക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് സങ്കടം വരും. നമ്മൾ ഇത്രയും നാൾ നമ്മൾ ഓരോന്ന് കൂട്ടി വെച്ച് കൊണ്ടുവന്ന ലൈക്സും ഒക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ അതൊക്കെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം?
ഫസ്റ്റ് തന്നെ ഒരു പ്രൊഫഷണൽ ആക്കിയിട്ട് നമുക്ക് നമ്മുടെ ID നമുക്ക് വെരിഫൈ ചെയ്ത് അവിടെ വെക്കാവുന്നതാണ്. അത് വലിയൊരു കാര്യം. നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ പ്രശ്നം നിങ്ങൾക്ക് മാറിക്കിട്ടും. പിന്നെ അടുത്തത് മെറ്റാ ബിസിനസ് സ്യൂട്ട് എടുത്തിട്ട് അഡ്വർടൈസിങ് പോളിസീസ് വായിച്ച് നോക്കുക. ജെൻഡർ ഇക്വാളിറ്റി ഒക്കെ ഇത് ചെയ്യുന്നതാണ്. അതുപോലെ അൺവാണ്ടഡ് ആയിട്ടുള്ള കമൻറ്റ് നമ്മൾ ഇടരുത്. ഇപ്പം നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ വെയിറ്റ് ലോസ് എന്നും പറഞ്ഞ് എടുത്തിടരുത്, ഹയറിങ് ലേഡീസ് എന്നും പറഞ്ഞ് അങ്ങനത്തെ പോസ്റ്റുകളെല്ലാം നിങ്ങൾ ഒഴിവാക്കിയേക്കുക. പോസ്റ്റുകൾ പോലും നിങ്ങൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ ഓഡിയൻസ് സെലക്ട് ചെയ്യുന്നത്, ഓഡിയൻസ് എപ്പോഴും സെലക്ട് ചെയ്യുന്നത് നമുക്ക് ആവശ്യമുള്ള ഓഡിയൻസിനെ സെലക്ട് ചെയ്യണം. അപ്പം നിങ്ങൾ ഒരു ബേക്കിംഗ് ചെയ്യുന്ന ഒരാൾ ബേക്കേഴ്സിനെ മാത്രം ഇട്ടാൽ നിങ്ങൾക്ക് കസ്റ്റമേഴ്സിനെ കിട്ടില്ല. നമുക്ക് എന്ത് വേണം? കുറച്ച് വീട്ടമ്മമാരെയും അതുപോലെ തന്നെ ജോലി ചെയ്യുന്ന ഒരു വർക്കിംഗ് പീപ്പിൾസിനെയൊക്കെ നമ്മൾ നോക്കണം. അതുപോലെ തന്നെ നല്ല നല്ല സാരീസ്, സിൽക്ക് സാരീസ് സെയിൽ ചെയ്യുന്നവരുണ്ട് ഒരു 3000 എബോ. അവരെന്ത് ചെയ്യണം? വർക്കിംഗ് ആയിട്ടുള്ള വുമൻസിനെ അല്ലെങ്കിൽ വർക്കിംഗ് ആയിട്ടൊക്കെ നിങ്ങൾ ഇട്ട് കഴിയുമ്പോൾ കുറച്ചുകൂടെ കസ്റ്റമേഴ്സിനെ അല്ലാതെ കിട്ടില്ല എന്നല്ല, കിട്ടും, പക്ഷെ കുറച്ചുകൂടെ കസ്റ്റമേഴ്സിലേക്ക് നമുക്ക് അട്രാക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. കാരണം എപ്പോഴും വർക്കിംഗ് പീപ്പിൾസിൻ്റെ എപ്പോഴും നമുക്ക് എമൗണ്ട്സ് കാണും. അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫംഗ്ഷൻ വരുന്ന സമയത്ത് അവരത് നോക്കി അവർക്ക് അവർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവർ പർച്ചേസ് ചെയ്യാനൊക്കെ നോക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് വേണ്ട ഓഡിയൻസിനെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക? പോസ്റ്റുകൾ റൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ഓഡിയൻസിനെയും കിട്ടും. അതുപോലെ ഡിസബിലിറ്റി അല്ല. അതുപോലെ ഫസ്റ്റ് നിങ്ങൾ അഡ്വർടൈസ്മെൻറ്റ് ക്യാമ്പയിൻ റൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് അഡ്വർടൈസിങ് പോളിസീസ് വായിച്ച് നോക്കുക. നമുക്ക് ടേംസ് ആൻഡ് കണ്ടീഷൻ അക്സെപ്റ്റ് ചെയ്യാനൊക്കെ കഴിയും അല്ലേ? അപ്പോൾ നിങ്ങൾ അഡ്വർടൈസിങ് പോളിസീസ് നിങ്ങൾ വായിച്ച് നോക്കുക. അതുപോലെ തന്നെ അത് നോട്ട് ചെയ്ത് വെക്കുക. അതിനകത്ത് കുറച്ച് പോയിൻറ്റ്സ് ഉണ്ട്, അത് നോട്ട് ചെയ്ത് വെക്കുക മറക്കാതെ. രണ്ടാമത്തെ കാര്യം, പോസ്റ്റുകൾ ഇടുന്നത് നിങ്ങൾ കണ്ടൻസ് ശ്രദ്ധിക്കുക. ഇമേജസ് ആണെങ്കിൽ വീഡിയോസ് ആണെങ്കിലും കണ്ടൻസ് നല്ലതായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഓഡിയൻസിനെ സെലക്ട് ചെയ്യുന്നത് പ്രോപ്പറായിട്ട് ഓഡിയൻസിനെ സെലക്ട് ചെയ്യുക. ഇതിലെല്ലാം ഉപരി നിങ്ങൾ ചെയ്യേണ്ട മെയിൻ 2 കാര്യങ്ങൾ നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടും ഫേസ്ബുക്ക് പേജും ലൈവായിട്ട് വെക്കുക. എപ്പോഴും ഫേസ്ബുക്ക് അക്കൗണ്ടും അതാണ് നിങ്ങളുടെ ആഡ് അക്കൗണ്ട് അല്ലേ? നിങ്ങളുടെ ആഡ് അക്കൗണ്ടും നിങ്ങളുടെ ഫേസ്ബുക്ക് പേജും എപ്പോഴും ലൈവായിട്ട് വീക്കിലി ഒരു 2-3 പോസ്റ്റുകൾ ഇട്ട് നിങ്ങൾ ഒരു 2 months നല്ലതായിട്ട് റൺ ചെയ്യിച്ചിട്ട് ആ ക്യാമ്പയിൻസ് റൺ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ ബൈ.